അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ മക്കളിൽ എങ്ങനെ ദീനീബോധം ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്താണ് മദ്രസ പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്തൊരു റീൽ കാണാനിടയായി. പണ്ട് നമ്മളെല്ലാവരും കണ്ടൊരു ടെലിഫിലിം ആയിരിക്കും ലീഗിബിറാൻ്റെ ഒരു ഇത് കോമഡിയാണ്. പക്ഷേ അത് നമുക്ക് ശരിക്കും ചിന്തിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ലീഗിബാൻ ചോദിച്ചു, ആ കുട്ടിയുടെ മദ്രസ പഠനം നിർത്തിയ സമയത്ത് ഉസ്താദ് ചോദിച്ചു, എന്തുകൊണ്ട് നീ മദ്രസ പഠനം നിർത്തിയെന്ന്. അപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, മദ്രസയിൽ പോയ ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ആവാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം. പക്ഷേ ഡോക്ടറും എഞ്ചിനീയറും എന്ന് ആവുന്നതിലുപരി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നിസ്കരിക്കുന്ന, മകയത്ത് നിസ്കരിക്കുന്ന ഒരു മകനുണ്ടാവുക അല്ലെങ്കിൽ ഒരു മകളുണ്ടാവുക എന്നുള്ളത് വളരെയധികം ഒരു ഭാഗ്യം ചെയ്യുന്നൊരു കാര്യമാണ്, ഭാഗ്യം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും മാതാപിതാക്കളായ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യമാണ്, നമ്മുടെ മക്കളിൽ ഒരു ഇസ്ലാമിക ബോധം അല്ലെങ്കിൽ ദീനിയായ ബോധം ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് എങ്ങനെ മാതാപിതാക്കളോട് പെരുമാറണം, അല്ലെങ്കിൽ മുതിർന്നവരോട് പെരുമാറണം, അനിയന്മാരോട് പെരുമാറണം എന്നുള്ളതൊക്കെ അതിന് വേണ്ടിയിട്ട് മദ്രസ പഠനം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ അപ്പോൾ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് അപ്പോൾ അത് ഉസ്താദ് നിസ്കരിക്കൂലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഉസ്താദ് നിസ്കരിക്കുന്നതും സ്വന്തം മക്കൾ നിസ്കരിക്കുന്നതും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. മക്കൾ നിസ്കരിക്കുന്ന അല്ലെങ്കിൽ മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാലത്തും പ്രാർത്ഥിക്കും ഇൻഷാ അല്ലാഹ്. പക്ഷേ ബാക്കിയുള്ളവരുടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം ലിമിറ്റഡ് ആണ്. അതായത് ആ സമയത്തേക്ക് മാത്രമുള്ള പ്രാർത്ഥനയാണ്. അതായത് നമ്മുടെ സ്വന്തക്കാർ പ്രാർത്ഥിക്കുന്നതും ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, സ്വന്തക്കാർ അതായത് നമുക്ക് മക്കൾ എന്നാൽ എല്ലാ കാലത്തും പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും പ്രാർത്ഥിക്കും. പക്ഷേ ബാക്കിയുള്ളവരെന്നാൽ അങ്ങനെയല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഈ മദ്രസ പഠനം കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ മക്കളിൽ ദീനിയായ ബോധം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ഞാനൊരു പാരൻറ്റോ അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളോ ഒന്നുമല്ല. എനിക്കതിനെക്കുറിച്ച് അതായത് പാരൻറ്റിങ്ങിനെ കുറിച്ച് ഒരു വസ്തു അറിയില്ല, കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് എൻ്റെ എക്സ്പീരിയൻസ്, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ ദീനിയായ ബോധം ഉണ്ടായി, ചെറിയ രീതിയിലെങ്കിലും ദീനിയായിട്ടുള്ള ബോധം ഉണ്ടായി എന്നുള്ളത്, അതിന് എങ്ങനെയൊക്കെ എൻ്റെ പാരൻസ് ചെയ്തിരുന്നു എന്നുള്ളൊരു അനുഭവത്തിൽ ഞാൻ പറയാം. അതുപോലെ തന്നെ ഈ നോളജ്, സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജും വെച്ചിട്ടും ഞാൻ പറയും. സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാളുടെ സ്വഭാവം ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു 70% അവൻ്റെ സാഹചര്യങ്ങൾ, അതായത് മാതാപിതാക്കൾ, അതുപോലെ കൂട്ടുകാർ, അതുപോലെ ടീച്ചേഴ്സ്, അവൻ്റെ ചുറ്റുപാടുകൾ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു 70%ഉം 30% ഹെറിഡിറ്ററി ആയിട്ട്, അതായത് പാരൻസ്, അതായത് മാതാപിതാക്കളുടെ സ്വഭാവം, അല്ലെങ്കിൽ പിതാമഹന്മാരുടെ സ്വഭാവം, അല്ലെങ്കിൽ കുടുംബക്കാരുടെ ചെറിയ ആളുകളുടെ, അതായത് ജീനുകൾ തമ്മിലുള്ള സ്വഭാവത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കിയുള്ള 30%. പക്ഷേ 30% ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ്. പക്ഷേ 70% കൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ 70% നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈവൻ ചെറുപ്പത്തിൽ തന്നെ, അതായത് പാരൻസ് നിസ്കരിക്കാനായിട്ട് അവർ നിസ്കരിക്കുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ നിസ്കരിക്കാനായിട്ട് തോന്നും. അതായത് അല്ലെങ്കിൽ അവരെ കൂടെ വന്ന്, ഇപ്പോഴത്തെ നിങ്ങൾ ചെറിയ കുട്ടികളെ കണ്ടാകും, അവരിങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത്, അതായത് ബാക്കിയുള്ളവർ നിസ്കരിക്കുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ അവരും അതിനെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ പാരൻസ് നിസ്കരിക്കുക എന്നുള്ളതാണ് മസ്റ്റായിട്ട്. അതായത് പ്രത്യേകിച്ച് കുട്ടികളെ മുന്നിൽ വെച്ച് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും എന്നുള്ളതാണ്. ഈവൻ ഒരു വീട്ടിൽ പാരൻസ് നിസ്കരിക്കാതെ കുട്ടികളോട് നിസ്കരിക്കാൻ പറയുക എന്നുള്ളത് അതൊരു പ്രാവർത്തികമായിട്ടുള്ളൊരു കാര്യമല്ല. സോ പാരൻസ് നിസ്കരിച്ച് കാണിക്കുക, പാരൻസ് ഖുർആൻ ഓതി കാണിക്കുക. ഇന്ന സമയമായി കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ചെയ്തിരുന്നൊരു കാര്യമാണ്. അതായത് ഈവൻ മദ്രസയിൽ പഠിക്കുമ്പോൾ തന്നെ, അതായത് ഒന്നാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുള്ളൂ, അപ്പോൾ തന്നെ ആ ഒരു ടേബിൾ ഉണ്ടാവുമല്ലോ, ആ ടേബിളിൽ ഫാദർ ആദ്യം ഇരിക്കും, ഫാദർ ഇരുന്ന് ഓതും. എന്നിട്ട് ആ സമയത്ത് നമ്മളോട് ഇരുന്ന് ഓതാൻ പറയും. ഇന്ന മഗ്രിബ് ഇശാൻ്റെ സമയത്ത് ഖുർആൻ ഓത്ത് അല്ലെങ്കിൽ പഠനം മാത്രം, വേറൊരു കാര്യമില്ല. പിന്നെ അത് കൂടാതെ തന്നെ പാരൻസ് തന്നെ ഒപ്പം ഇരുന്നാണ്ട് നമുക്ക് നോക്കും. ഈ മദ്രസ പഠനമാണെങ്കിലും ഇതാണെന്നുണ്ടെങ്കിലും അവരൊപ്പം ഇരുന്ന് ചെയ്യിപ്പിച്ച് തരും. അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സാമുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്നെ ഞാൻ ഏത് സമയത്താണോ കിടക്കുന്നത് അതുവരെ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ഫാദർ ഉണ്ടാവും. ഫാദറിനെ ഒരു 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാദർ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, എൻ്റെ ഫാദർ കുറച്ച് മുമ്പ് വരെ, അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആണ്, അതായത് ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഒരു കുറച്ച് വർഷങ്ങൾ ഉസ്താദായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസും എൻ്റെ ഫാദറിനുണ്ട്. പിന്നെ ഫാദർ ഇല്ലാത്ത സമയത്ത്, അതായത് ഈവൻ ഞാനൊരു 4ാം ക്ലാസ് വരെ, അതായത് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ എന്നെയും എൻ്റെ സിസ്റ്ററിനെയും പഠിപ്പിച്ചിരുന്നത് എൻ്റെ മദറാണ്. മദറും ഇതേപോലെ തന്നെ, മദറിനും വലിയ വിദ്യാഭ്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഉമ്മ ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പറയും, അതായത് അല്ലെങ്കിൽ ഒപ്പം നിസ്കരിപ്പിക്കും. അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ മദ്രസ പഠനങ്ങൾ പറഞ്ഞാൽ, മദ്രസ പഠനത്തിന് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്ന് വിചാരിച്ചിട്ട് സ്കൂൾ പഠിക്കേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. സ്കൂളിലും പഠനത്തിനും, 2 പഠനത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഠനത്തിനായിട്ടുള്ള ഇമ്പോർട്ടൻസ്
ഇമ്പോർട്ടൻസ് അവർക്ക് നന്നായിട്ട് അറിയാം. അതായത് പഠിച്ചാലേ എന്തെങ്കിലും ആയിത്തീരുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നു. അപ്പോൾ നിങ്ങളുടെ മക്കളോടും ചെയ്യാനുള്ളത് പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾക്ക് എത്രത്തോളം വാർത്തകളാണ്. ഇന്നലെ തന്നെ ഉള്ളൊരു വാർത്തയാണ് 6 പേരെ വെട്ടിക്കൊന്നു എന്നുള്ളത്. ഈവൻ ആ കുട്ടി നിസ്കരിക്കുന്ന ആളായിരുന്നു. പക്ഷേ നിസ്കരിക്കുന്ന ഇത് മാത്രമല്ല, നിസ്കരിക്കുക എന്നുള്ളത് മാത്രത്തിൽ കൂടുതൽ മദ്രസ പഠനത്തിൽ നമുക്ക് ഈ ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്, ആരാണ് മാതാവ്, ആരാണ് പിതാവ്, അവരുടെ സ്ഥാനം എന്താണ്, അവരെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കണം. അവരോട് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഉഫിൻ, അതായത് ചെ എന്നൊരു വാക്ക് പോലും മാതാപിതാക്കളോട് പറയരുത് എന്നുള്ളത്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഈവൻ നമ്മൾ ഏത് ചെറിയതെന്ന് വലിയതാവുന്ന ഇടത്തോളം എന്തായാലും എല്ലാവരുടെ അടുത്തും തെറ്റുകൾ പറ്റും. അപ്പോൾ തെറ്റുകൾ വരുത്തുമ്പോൾ നമുക്കും ഇതിപ്പോൾ മാതാപിതാക്കൾ തെറ്റുകൾ ചെറുതായി നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഈവൻ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴും എനിക്ക് പേടിയാണ്. അതായത് അവർക്കത് വിഷമമാവോ എന്നുള്ളത് ഒരു പേടിയാണ്. അപ്പോൾ തന്നെ ഞാൻ അഥവാ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കണം. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് അതാണ്. പിതാക്കളെ നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിക്കണം. അവർ നമ്മൾ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ ഒരിക്കലും നമുക്ക് നമ്മളെ കൊണ്ട് മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാരൻസിനോട് പറയാനുള്ളത്, മക്കളുടെ കൂടെ ഇരുന്ന് ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും മദ്രസ പഠനം കൊടുക്കാൻ നോക്കുക. ഇതിപ്പോൾ സ്കൂളിലെ ട്യൂഷനുള്ള സമയം പോവുമല്ലോ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാനുള്ള സമയം പോവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മദ്രസ പഠനം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നിർത്തൽ അത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് സ്കൂളിലോട്ടുള്ള, അതായത് സ്കൂൾ പഠനത്തിലോട്ടുള്ള ഇൻട്രസ്റ്റ് മാത്രം കൂടി മദ്രസ പഠനത്തിലോട്ടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ് ഖുർആനോത്തും നിസ്കാരവും എല്ലാം കുറഞ്ഞു വന്ന് അങ്ങനെ മീൻസ് ഭൗതിക കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള കുട്ടികളായിത്തീരും. സോ അതൊരിക്കലും പാടില്ല. മദ്രസ പഠനത്തോടു കൂടി തന്നെ സ്കൂൾ പഠനം കൊണ്ടുപോവുക, അല്ലെങ്കിൽ സ്കൂൾ പഠനത്തോടു കൂടി തന്നെ സ്കൂളിൻ്റെ അതേ ഇമ്പോർട്ടൻസ് മദ്രസ പഠനത്തിനും കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ ഉമ്മയൊക്കെ ചെയ്തിരുന്നത് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ എക്സാമാണ്, അന്ന് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉമ്മ വായിച്ചു തരും. അതായത് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉമ്മ ഇരുന്ന് വായിച്ചു തരും. അപ്പോൾ അത്രയ്ക്ക് നല്ല രീതിയിൽ ചെയ്തതുകൊണ്ടാണ് ഈവൻ ഇപ്പം മദ്രസയിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് ഇത് പണ്ടത്തെ എല്ലാ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളത് എനിക്ക് അന്ന് അവർ പഠിപ്പിച്ച് തന്നതുകൊണ്ടും ഈവൻ ഉസ്താദുമാർ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിപ്പിച്ച് തന്നതുകൊണ്ടാണ്. ഈ ഉസ്താദുമാരുടെ റോള് വളരെ വലുതാണ്. ഉസ്താദുമാർ പറയുന്ന ഓരോ വാക്കുകളും അല്ലെങ്കിൽ അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് ചെറിയ പ്രായത്തിൽ നമ്മളത് വാച്ച് ചെയ്യും. പാരൻസിന് നന്നായിട്ട് വാച്ച് ചെയ്യും. സോ പാരൻസും ഉസ്താദുമാർക്കും വളരെ വലിയൊരു റോളുണ്ട് ഈ കുട്ടികളെ ദീനിയായ ബോധം ഉണ്ടാക്കുന്നതിൽ. അതുകൂടാതെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ നല്ല ദീനിയായ കുട്ടികൾ, നിസ്കരിക്കാൻ പോകുന്ന കുട്ടികളുടെ കൂടെ കുട്ടികളെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ദീനിയായ ബോധം ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. കാരണം ഒപ്പമുള്ള കുട്ടികൾ ചെയ്യുന്നത് കണ്ടാണ് പല ആളുകളും മാറുന്നത്. പിന്നെ സൂക്ഷിക്കുക, കൂട്ടുകെട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഏത് കുട്ടികൾ എങ്ങനത്തെ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലോസ് വാച്ച് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം കോളേജിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈവൻ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ധാരാളം കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ സ്രോതസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പെടാതെ നമ്മുടെ മക്കളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കളുടെ ഒരു ക്ലോസ് വാച്ചിങ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്ത് നിർബന്ധമാണെന്നുള്ളതാണ്. പിന്നെ ഒരു റെസ്ട്രിക്ഷന് എന്തായാലും കൊടുക്കണം. കുട്ടികൾക്ക് എത്ര വലുതാണെന്നുണ്ടെങ്കിലും ഒരു റെസ്ട്രിക്ഷന് കൊടുക്കണം. അതായത് ഇന്ന സമയത്തിനുള്ളിൽ വീട്ടിൽ കയറുക, അല്ലെങ്കിൽ ആരുടെ കൂടെയാണ്, എപ്പോഴാണ്, എവിടെയാണ് എന്നുള്ളത് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. പണ്ടത്തെ മക്കൾ ഇങ്ങനെ മയക്കുമരുന്നിനും ലഹരിക്കും പോവാതിരിക്കാനുള്ള മെയിൻ കാരണം അതാണ്. അന്ന് ഉള്ള റെസ്ട്രിക്ഷൻ ഇന്ന് റെസ്ട്രിക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഇപ്പോൾ മക്കൾക്ക് കൂടുതൽ ഓവറായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളൊരു പോക്കാണ് ഇപ്പോഴത്തെ ഉള്ളത്. പിന്നെ നമുക്ക് കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതായത് മദ്രസയിൽ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. അതായത് നമ്മൾ ചെറുപ്പത്തിലെ ശീലം അത് വലുപ്പത്തിലും തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രാവർത്തികമാക്കിയ കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വലുതായി കഴിഞ്ഞാലും ഓർമ്മയുണ്ടാകും. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നോക്കുക എന്നുള്ളതാണ്. നമ്മൾ പകർത്തി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് ഉപദേശിക്കാൻ നിൽക്കുക. പിന്നെ വേറൊരു കാര്യം നല്ലത്, നമ്മളെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പള്ളിയിലേക്ക് വെക്കുക, അതായത് മസ്ജിദിലോട്ടൊക്കെ നിസ്കരിക്കാൻ കൂടെ കൊണ്ടുപോവുക. എൻ്റെ ഉപ്പ ചെയ്തിരുന്നൊരു കാര്യമാണ്. ഞാൻ ഇത് ഉപ്പ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ ഒപ്പം എന്നെയും കൂടി കൂട്ടിക്കൊണ്ടുപോകും. ഈവൻ അങ്ങനെ കൊണ്ടുപോയി ഇപ്പോൾ ഈവൻ പള്ളിയിലോട്ട് പോകാതെ തന്നെ ഞാനും പള്ളിയിലോട്ട് പോകുന്ന രീതിയിലായി. അതായത് നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പള്ളിയിലോട്ടുള്ള കാര്യങ്ങളും, പള്ളിയിൽ നിസ്കരിച്ചാലുള്ള ശ്രേഷ്ഠത എന്താണ്, നമ്മൾ പള്ളിയിലോട്ട് നടന്നു പോകാനുള്ള ശ്രേഷ്ഠത എന്താണ്, അതുപോലെ നിസ്കരിച്ചാൽ, അതായത് ജമാഅത്തായി നിസ്കരിച്ചാലുള്ള ശ്രേഷ്ഠത എന്താണെന്നുള്ളത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാവുന്നുള്ളതാണ്.
കൂടാതെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇതാണ് ഇത് ഖബറുകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ പൂർവികർ മരിച്ചുപോയ വല്ലിപ്പ വല്ലിമ്മ താത്തമാർ അല്ലെങ്കിൽ കാക്കമാരൊക്കെ മരിച്ചുപോയ ഇവരുടെ ഖബർ ഇതാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ എന്നും നമ്മളെ കൂടെ തന്നെ ദുആ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ കൊണ്ടുപോവുക. ഇങ്ങനെ നമ്മൾ ശീലാക്കിയാൽ മാത്രമേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയുള്ളൂ. അതായത് അവർക്ക് അങ്ങനെ ഒരു ശീലം നമ്മൾ പ്രവർത്തികമാക്കി കൊടുക്കുക. അതുപോലെ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് വീട്ടിലൊക്കെ മൗലിദ് ചൊല്ലാനായിട്ട് പോകുമല്ലോ, അതായത് മരിച്ചവരുടെ പേരിലുള്ള മൗലിദും അതുപോലെ യാസീനൊക്കെ ഓതുക അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുക. അപ്പോൾ അതിലൊക്കെ നമ്മളെ പാരൻസ് നമ്മളൊക്കെ പങ്കെടുപ്പിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ പങ്കെടുപ്പിക്കുന്ന സമയത്ത് ഉസ്താദുമാർ മൗലിദ് ഓതുന്ന സമയത്ത് നമുക്കും ഓതാനായിട്ട് എൻ്റെ സദുസ്താദ് എന്നും, അതായത് ഏത് വീട്ടിലോട്ട് മൗലിദ് ഓതാൻ പോകുന്ന സമയത്തും എനിക്ക് ഓതാനായിട്ട് തരും എന്ന് വിചാരിച്ച് എനിക്ക് മൗലിദ് ഓതാൻ അറിഞ്ഞിട്ടല്ല, പക്ഷേ നമ്മൾ ഇത് ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യം ഓതുന്ന സമയത്തൊക്കെ നല്ല തപ്പിപ്പിടിച്ച് അതായത് മെല്ലെ മെല്ലെ ഓതുള്ളൂ. പക്ഷേ അത് ഒരിക്കലും നമ്മളതൊരു കുറവായിട്ട് കാണാൻ പാടില്ല. അങ്ങനെ ഒരാളും നമ്മളിപ്പോൾ പ്രസവിച്ച ഉടനെ തന്നെ നടക്കുന്നില്ല. അത് ആദ്യം കുറേ വീണ ശേഷം പിന്നെയാണ് നമ്മൾ മെല്ലെ മെല്ലെ നടക്കാനായിട്ട് പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഓതാനാണെന്നുണ്ടെങ്കിലും മൗലിദ് ഓതാനാണെന്നുണ്ടെങ്കിലും ഖുർആൻ ഓതാനാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഈവൻ നിസ്കാരമായിക്കോട്ടെ, കുറേ തെറ്റുകൾ വരുത്തിയിട്ടാണ് നമ്മൾ മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ കുട്ടികളോട് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലേ നമ്മൾ അതിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മക്കളിൽ ചെറിയ രീതിയിലെങ്കിലും ദീനിയായിട്ടുള്ള ബോധങ്ങൾ ഉണ്ടാകും. നമ്മൾ മദ്രസ പഠനത്തിനും സ്കൂൾ പഠനത്തിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളുടെ മക്കളെല്ലാവരും സ്വലിഹായ മക്കളാക്കി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ നല്ല സ്വലിഹായ മക്കളെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും.